Blessing today. ബ്ലെസ്സിങ് ടുഡേ എന്ന ആ മഹത്തായ പ്രോഗ്രാം ഞാൻ മിക്ക ദിവസം തന്നെ കാണാറുണ്ട്. ബ്രദർ ഡാമിയൻ നടത്തുന്ന ഈ വലിയ സംരംഭം അത് കാണുന്ന ദിവസം തന്നെ എനിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ദൈവാനുഗ്രഹം കിട്ടുന്ന മാതിരിയാണ്. ഞാൻ മറ്റുള്ളവരുടെയൊക്കെ ഇടപെടുമ്പോഴൊക്കെ മനസ്സിന് നല്ല കുളിർമ കിട്ടുന്നു. എത്ര ദേഷ്യം വന്നാലും നമുക്ക് ആ ദേഷ്യത്തെല്ലാം എന്താ പറയുക വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഒരു ടെൻഷനും അന്നത്തെ ദിവസം ഉണ്ടാവില്ല എന്നുള്ള ഒരു വാസ്തവം. 1000 എപ്പിസോഡ് തികഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ജനസേവാ ശിശുവൻ മക്കളുടെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ ക്രിസ്മസ് മംഗളങ്ങളും 2015 ന്യൂ ഇയർ ആശംസകളും നേരുകയാണ്. This program is sponsored by ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. 1001 എപ്പിസോഡിലാണ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 2 പേരാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കലൂരിൽ നിന്ന് സിമി, ബാബു ആൻഡ് ഫാമിലി. 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പിന്നെ അവരുടെ ബിസിനസ്സിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ആ മുഴു കുടുംബത്തിലേക്കും ആരോഗ്യവും അതുപോലെ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രഷ്യസ് ഫാമിലി കർത്താവിനാൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെടാൻ. കർത്താവെ, ഈ 1001 എപ്പിസോഡിന് വേണ്ടി ഈ കുടുംബത്തെ കണ്ടതിനാൽ നന്ദി പറയും. ഞങ്ങൾ ഒരുമിച്ച് അവർ അറിയിച്ചിട്ടുള്ള പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എടുത്തുയർത്തുന്നു. കർത്താവെ, അങ്ങയുടെ കൈ നീണ്ടുവന്ന് ഈ ഓരോ വിഷയത്തെയും ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു വാക്ക് മതിയല്ലോ കർത്താവെ, അങ്ങ് ആ വചനത്തെ അയക്കണമേ. അയച്ച വലിയ വിടുതലുകൾ ഈ കുടുംബത്തിൽ അങ്ങ് കൊടുക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. അടുത്ത സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അടുത്ത സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ഉഷ എന്നൊരു സഹോദരിയാണ്. അവരുടെ മകൻ ലാലു ആൽക്കഹോളിസത്തിൽ നിന്നും അതുപോലെ തന്നെ പാൻ മസാല തുടങ്ങിയുള്ള ദുശീലങ്ങളിൽ നിന്ന് തനിക്ക് വിടുതലുണ്ടാകാൻ, ഒരു നല്ല സമാധാനപരമായ ജീവിതം ഉണ്ടാകാൻ, തൻ്റെ ഭർത്താവ് ഉപേന്ദ്രൻ അദ്ദേഹത്തിനും ഇതുപോലെ മദ്യപാനത്തിൽ നിന്നും അതുപോലെ പുകവലിയിൽ നിന്നും മാറ്റമുണ്ടാകാൻ വേണ്ടി, 2 മക്കൾക്ക് വേണ്ടി ലാലു ആൻഡ് സാബു, അവർക്ക് നല്ല സ്വന്തമായ ഭവനം അവർക്കുണ്ടാകാൻ, അതുപോലെ അമ്മ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് രോഗങ്ങളിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കാൻ, ഈ മുഴു കുടുംബത്തിലേക്കും വേണ്ട ആരോഗ്യത്തിനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സ്പോൺസർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരും കർത്താവ് വേദനയോടെ എഴുതിയിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, കണ്ണുനീരിൽ ചാലിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, ആ കുടുംബത്തിൽ ആശ്വാസമുണ്ടാകട്ടെ, ഇതുവരെ ഇല്ലാത്ത അത്ഭുതങ്ങൾ നടക്കട്ടെ, ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ആവശ്യപ്പെട്ടിട്ടുള്ളതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിലേക്ക് കർത്താവെ ഒരു വെള്ളച്ചാട്ടം പോലെ അങ്ങ് ഒഴുക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ കമാൻഡ് എവറി സ്പിരിറ്റ് ഓഫ് അഡിക്ഷൻ ടു ലീവ് ദിസ് ഫാമിലി. ഒരു വലിയ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ. കർത്താവ്, കുടുംബം മുഴുവൻ ഒരു വലിയ മാറ്റത്തിലേക്ക് വരട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്ന് നാട്ടുകാർ അറിയട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. ഇന്നലെ നമ്മൾ 1000 എപ്പിസോഡുകൾ പൂർത്തിയാക്കി. ഇത് 1001. 1001 അടുത്തൊരു തുടക്കമാണ്. ഐ ആം ഹിയർ വിത്ത് ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്. ഈ അടുത്ത 1000-നുള്ളിൽ എന്തൊക്കെയാണ് കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത്, ദ ലോർഡ് ഈസ് ഗോയിങ് ടു മൾട്ടിപ്ലൈ ഹിസ് വർക്ക്. മിറക്കിൾസ് വിൽ മൾട്ടിപ്ലൈ. അതുപോലെ പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിക്കും. പല ലാംഗ്വേജസിലേക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഈ 1001 മുതൽ അങ്ങോട്ടുള്ള 2000 വരെയുള്ള എപ്പിസോഡുകളിൽ ഒരുപക്ഷെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സ്വപ്നം കാണാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള വൻ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം, ഒരു സമയത്തെങ്കിലും ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിലൂടെ ഒത്തിരി പേര് സൗഖ്യമാകാൻ,
മദ്യപാനികൾ, അതുപോലെ രോഗികൾ, കിടപ്പ് രോഗികൾ, അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും വല്ലാതെ കഷ്ടതയും വേദന അനുഭവിക്കുന്നവർക്കായി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവരെല്ലാം സ്പർശിക്കപ്പെടാൻ, യേശുവിൻ്റെ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്കാണ്. തിങ്കളാഴ്ച ഈ സന്ദേശത്തിൻ്റെ ആദ്യത്തെ പാർട്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ പാർട്ട് പൂനെയിൽ എപ്പോൾ ചെന്നാലും ഒരു വലിയ ജനക്കൂട്ടം വരികയും അമേസിങ് ടെസ്റ്റിമണീസ് നമ്മളവിടെ കേൾക്കുകയും ചെയ്യും. വളരെ ദൈവസ്നേഹമുള്ള സന്തോഷമുള്ള ലവ്ലി പീപ്പിൾ, ഗുഡ് പീപ്പിൾ. വീണ്ടും വീണ്ടും പോകാൻ തോന്നിപ്പോകും. നമുക്ക് ഒരുമിച്ച് പൂനെയിലേക്ക് പോകാം. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ സ്റ്റേജിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകാൻ പോവുകയാണ്. അവസാനം ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടങ്ങി. The Bible says, but be transformed by the renewing of your mind. എന്നിട്ട് ഇവിടെ ബൈബിൾ പറയുന്ന കാര്യം ഇതാണ്: മനസ്സിന്റെ പുതുക്കത്തിലൂടെ നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. Now listen to me. ഇനി ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Hello. Listen to me. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? Wave your hands and shout hallelujah. കൈകൾ വീശിക്കൊണ്ട് ഒരു പൂനെ ഹല്ലേലൂയ പറയാമോ? This is very important. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. What is the sign of a follower of Christ? ക്രിസ്തുവിന്റെ ഒരു പിൻഗാമിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? What is the sign of a follower of Christ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? If I grow long hair, just like we have seen in the pictures, യേശു കർത്താവിന്റെ പടത്തിൽ കണ്ട പോലെ നീണ്ട മുടി ഞാൻ വളർത്തുകയാണെങ്കിൽ, is that the sign of following Christ? യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി അത് മാറുമോ? Or signs, wonders and healings, are they the signs of following Christ? അത് മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടത്തുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ അനുയായിയുടെ ലക്ഷണമാകുമോ? Brothers and sisters, listen to me. സഹോദരന്മാരെ, സഹോദരിമാരെ, ദയവായി ശ്രദ്ധിച്ചാലും None of them is a sign of following Christ. ക്രിസ്തുവിന്റെ അനുയായിയുടെ ലക്ഷണങ്ങളല്ല മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ. The real sign is life change. യഥാർത്ഥ ലക്ഷണം എന്നുള്ളത് ജീവിതത്തിന്റെ രൂപാന്തരമാണ്. It is the transformation, a revolutionary transformation in one's life. ഓർക്കുക, ഒരു വ്യക്തിയുടെ അകത്ത് യേശുവിനെ പിൻഗമിക്കുന്നു എന്നതിന്റെ ലക്ഷണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അകത്ത് യഥാർത്ഥത്തിലുള്ള രൂപാന്തരം ഉണ്ടാകുന്നതാണ് അവന്റെ യഥാർത്ഥ ലക്ഷണം എന്നുള്ളത്. If I am declaring that I am a follower of Christ and if there is no life change in me, the Bible says you are not at all a follower of Christ. ക്രിസ്തുവിന്റെ ഒരു അനുയായിയാണ് ഞാൻ എന്ന് പറയുകയും എൻ്റെ ജീവിതത്തിൽ അതിന് തക്ക രൂപാന്തരം ഒന്നുമില്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായി അല്ലവേ അല്ല. Hello, did you listen to that? നിങ്ങൾ എന്നെ എത്ര പേര് ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട്? Are you all there? നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ടോ? One more Pune hallelujah please. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ, ഒരു പൂനെ ഹല്ലേലൂയ. You are all good people. നിങ്ങൾ വളരെ നല്ല ആളുകളാണ്. Now listen to me. ഇനി എന്നെ ശ്രദ്ധിച്ചാലും The Bible says, ബൈബിൾ പറയുന്നു, do not get conformed to the pattern of this world. ബൈബിൾ പറയുന്നു, ഈ ലോക വ്യവസ്ഥയ്ക്ക് നിങ്ങൾ ഒരിക്കലും അനുരൂപരാകരുത്. Everybody in my office is telling lies. എൻ്റെ ഓഫീസിൽ എല്ലാ ആളുകളും നുണ പറയുന്നുണ്ടല്ലോ. So if I also tell lie, what is wrong with that? Everyone is saying. എല്ലാവരും ബിസിനസ്സിലൊക്കെ നുണ പറയുന്നില്ലേ, പിന്നെ ഞാനൊരു നുണ പറഞ്ഞെന്ന് വെച്ചാൽ എന്തോ സംഭവിക്കാനാണ്? That is conforming to the pattern of this world. അത് ഈ ലോക വ്യവസ്ഥയ്ക്ക് നാം അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്. If 1 billion people are doing a wrong thing, because 1 billion people did that, it will not become right. ഓർക്കുക, 10
100,000 ആളുകൾ തെറ്റായ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ആ തെറ്റായ കാര്യം ഒരിക്കലും ദൈവത്തിന്റെ കണ്ണിൽ ശരിയാവുകയില്ല. Even if 1 billion people are doing the same wrong thing, it will never become right thing in the eyes of God. ഓർക്കുക, 1 കോടി ജനങ്ങൾ ഇതുപോലെ തന്നെ ഒരേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നത് കൊണ്ട് അതൊരു പക്ഷേ ഒരു കൾച്ചറിന്റെ ഭാഗമായാൽ പോലും അതൊരിക്കലും ബൈബിൾ അടിസ്ഥാനത്തിൽ ശരിയാവുകയില്ല. ഹലോ. So I am here to tell you that the followers of Christ are different people. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികൾ എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ജീവിത ശൈലിയുള്ളവരാണ്. You should be dare to be different. അതുകൊണ്ട് വ്യത്യസ്തരാകുവാനായി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. Hello. You should be dare, bold enough, courageous enough to be different from others. Jesus was different. യേശു കർത്താവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ യേശു സകലത്തിലും വ്യത്യസ്തനായിരുന്നതുപോലെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുവാൻ ചങ്കൂറ്റമുള്ളവനായിരിക്കണം ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായി. Precious people of Pune, our Jesus was totally different from all people who ever lived on the face of earth. ഓർക്കുക, ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന സകല ആളുകളെക്കാളും വ്യത്യസ്തനായിരുന്നു നമ്മുടെ യേശു എന്നുള്ളത്. I am so proud to tell you that. ഞാനത് വളരെ അഭിമാനപൂർവ്വമാണ് നിങ്ങളോട് അറിയിക്കുന്നത്. Jesus is unique. യേശു കർത്താവ് നിസ്തുല്യനാണ്. He is a matchless personality. അവൻ ഒരിക്കലും നിസ്തുല്യനായ വ്യക്തിത്വത്തിനുടമയാണ്. We are here to celebrate the uniqueness of Jesus tonight. യേശു കർത്താവിന്റെ നിസ്തുല്യതയെ നാം ഇന്നിവിടെ ആഘോഷിക്കുവാൻ പോകുകയാണ്. If our leader, if our master is unique, we should also be different and unique. നമ്മുടെ നേതാവ്, നമ്മുടെ മാസ്റ്റർ യുണീക്ക് ആയതുകൊണ്ട് നാമും ഇതുപോലെ തന്നെ വ്യത്യസ്തരായിരിക്കണം, നിസ്തുല്യരായിരിക്കണം. How many of you are really daring to be different for Jesus? യേശു കർത്താവിന് വേണ്ടി വ്യത്യസ്തരാകുവാൻ അല്ലെങ്കിൽ വ്യത്യസ്തരായി ജീവിക്കാനുള്ള ചങ്കൂറ്റമുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? See, many people are not courageous. ഒത്തിരി ആളുകളും ധൈര്യശാലികളല്ല. They don't want to become odd one out. They don't want to be noticed by others. വ്യത്യസ്തരാകാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായാൽ അവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ അവർക്ക് ആഗ്രഹമില്ല. അവരിൽ നിന്ന് എന്താ പറയാ, ഒരു പ്രത്യേകതയുള്ള വേർപെട്ട് നിൽക്കാൻ അവർക്ക് ആഗ്രഹമില്ല. I want to be like my cousin. എനിക്ക് എന്റെ കസിനെ പോലെ I ആകണം. want to be like my uncle. എനിക്ക് എന്റെ അങ്കിളിനെ പോലെ Or ആകണം. I want to be like my aunt. എന്റെ ആന്റിയെ പോലെ ആകണം. No, tell, I want to be like my Jesus. എന്നാൽ ഒരിക്കലും യേശുവിനെ പോലെ ആകണമെന്ന് പറയില്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ആത്മീയ വെളിച്ചം നൽകിയ ബ്ലെസ്സിംഗ് ടുഡേ, 10,000ങ്ങളുടെ ജീവിതത്തിന് പുതിയ തലങ്ങൾ സമ്മാനിച്ച ബ്ലെസ്സിംഗ് ടുഡേ, നമ്മെ ഓരോരുത്തരെയും എണ്ണമറ്റ അനുഗ്രഹത്തിലേക്ക് നയിച്ച ബ്ലെസ്സിംഗ് ടുഡേ. ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡ് സെലിബ്രേഷനും കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ വാർഷികാഘോഷവും ഡിസംബർ 5, 6, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെയും ഡിസംബർ 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും അനുഗ്രഹത്തിന്റെ ഈ 3 ദിവസങ്ങളിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും കൂടാതെ അഭിഷിക്തരായ ദേവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷികളാകുവാനും ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. എൻ്റെ പേര് നിയ. എൻ്റെ നാട് പെരുമ്പാവൂരാണ്.
2006 ഞങ്ങൾ എറണാകുളത്തിലേക്ക് സെറ്റിൽ ചെയ്തത്. 2006 ഡാമിയൻ ബ്രദറിനെയും ക്ഷമ സിസ്റ്ററെയും നേരിട്ട് കണ്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചത്. ആയിടെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ പോവാറുണ്ട്. അങ്ങനെ ആ ടൈമിൽ കുറച്ച് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് സൺഡേ ഞാൻ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കിട്ടാറുള്ളത്. അങ്ങനെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് ശരിക്കും നന്നായിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് എല്ലാം പഠിച്ചത്. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പിന്നീട് ഒരിക്കലും ഒരു തിരിഞ്ഞൊരു മോശം അവസ്ഥയിലേക്ക് പോകേണ്ട വന്നിട്ടില്ല. ഞങ്ങളുടെ കരം പിടിച്ചുയർത്തി എന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ പപ്പയ്ക്കാണെങ്കിലും അതിന് ശേഷം നല്ലൊരു ജോബ് കിട്ടി. പിന്നെ ഞാനാണെങ്കിൽ സീരിയലിലാണ് കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2006 തന്നെ ആ വർഷം തന്നെ എനിക്ക് പുതിയൊരു സീരിയൽ കിട്ടി. പിന്നെ അതിന് ശേഷം 2009 വരെ എനിക്ക് വിശ്രമിക്കാൻ പോലും ഉള്ള ഒരു ദിവസം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിച്ചു എന്നെ യേശു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ UST ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ സീരിയലിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു ഫിനാൻഷ്യലി ഒരു നല്ലൊരു സെറ്റിൽ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ സീരിയലിലായതുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാ ദിവസങ്ങളിലും വർക്ക് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ഗവൺമെൻറ് എംപ്ലോയി പോലെ എനിക്ക് സ്ഥിരമായിട്ട് സാലറി ഒന്നുമില്ല. അപ്പം കിട്ടുന്ന സമയത്ത് കിട്ടുമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നല്ലൊരു ഫിനാൻഷ്യലായിട്ടോ സെറ്റിൽ ആവാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരണമെന്ന് ഞാൻ ശരിക്കും കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. അത് ഒത്തിരി വർഷമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ഈ വർഷം എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് എനിക്ക് തുടങ്ങാനും അതിന് എൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊരു ഞാനിപ്പോൾ ആ ഷോപ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദൈവം തന്ന അനുഗ്രഹമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. took my darkness and gave me a light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just wanna thank you,
just wanna thank you, Lord. I just wanna thank you, Lord. Thank you, Lord. I just wanna thank you, Lord. I just wanna thank you, Lord. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. ദിസ് ഈസ് പ്രയർ ടൈം. വലിയ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഏത് മാധ്യമത്തിലൂടെയും ഈ 1001 എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സ്പർശിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. പ്രത്യേകിച്ച് ബ്രെയിൻ ട്യൂമർ മൂലം ഒരു സർജറിക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് സർജറി വേണം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്ന ആ ട്യൂമർ, ആ പ്രോബ്ലം ആ ബ്രെയിനിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകും. നിങ്ങളുള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വളർന്നു വന്ന ട്യൂമർ അതുപോലെ തന്നെ ചുരുങ്ങി ഇല്ലാതാകട്ടെ ഇൻ ജീസസ് നെയിം. അടുത്ത സ്കാനിങ്ങിൽ, അടുത്ത MRI എന്താണോ എടുക്കാൻ പോകുന്നത് അതിൽ ആ ട്യൂമർ അവിടെ കാണരുത്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ഷുഗർ വല്ലാതെ കൂടി, ഡയബറ്റീസ് ഭയങ്കരമായി മൂർച്ഛിച്ചിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യം, പ്രത്യേകിച്ച് സോമൻ എന്ന പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിയുന്നു ഇൻ ജീസസ് നെയിം. അത് സൗഖ്യമാകട്ടെ. സോമൻ എന്ന് പറയുമ്പോൾ ഒത്തിരി സോമൻ ഉണ്ടാകും. പക്ഷേ ഒരു കാലിൽ നിങ്ങൾക്കൊരു വ്രണമുണ്ട്, അത് കരിയാതെ കുറച്ച് മാസങ്ങളായിരിക്കുന്നുണ്ട്. ആ സോമനെ കുറിച്ചാണ് പറയുന്നത്. യു ആർ ഹീൽഡ് ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ്, ഓവറിയിലുള്ള സിസ്റ്റുകൾ, വളർച്ചകൾ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇപ്പോൾ തന്നെ വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവെ ഓരോ വ്യക്തിയിലും സ്ഥാപിതമാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 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 ഇന്നത്തെ പ്രോഗ്രാം വീക്ഷിച്ചതിന് എല്ലാ പ്രേക്ഷകരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ ആഴ്ചയിൽ 1000ാമത്തെ എപ്പിസോഡ് ഇന്നലെയാണ് വന്നത്. ഇന്ന് 1001. ഇതുകൊണ്ടൊന്നും നമ്മുടെ ആഘോഷങ്ങൾ തീരുന്നില്ല. ഈ ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ 5, 6, 7. അതെ, 5, 6, 7 ഈ 3 ദിവസങ്ങളിലായിട്ട് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ വളരെ ആഘോഷകരമായ പരിപാടികൾ നടക്കുകയാണ്. ദൈവവചന സന്ദേശങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും ദൈവദാസിമാരും ഒക്കെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ മുഹൂർത്തങ്ങൾ അവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ആ മീറ്റിങ്ങിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയാണ്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളും അതുപോലെ സന്ദേശങ്ങളുടെ CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. മാത്രമല്ല, നാളെ 1002 കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇത് കാണാൻ ആവശ്യപ്പെടുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അപ്പത്തിനായുള്ള വിശപ്പുമല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല എന്ന് പറഞ്ഞതാര്? ഹൂ സെഡ് നോട്ട് എ ഫാമിൻ ഓഫ് ബ്രെഡ് നോർ എ തേഴ്സ്റ്റ് ഫോർ വാട്ടർ? ഓപ്ഷൻസ്: എ ഉസിയ, ബി ആമോസ്, സി എരോബയാം, ഡി മോവാബ്.
ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABCORD സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.